ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം. പ്രതി 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. 2023 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദന ദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഏകപ്രതിയായ സന്ദീപിനെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതി കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവ്, വധശ്രമത്തിനും 326 വകുപ്പ് പ്രകാരവും 10 വർഷം വീതം കഠിന തടവ്, ആശുപത്രിയിൽ അതിക്രമം നടത്തിയതിന് 5 വർഷം കഠിന തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ. മറ്റ് വകുപ്പുകൾ പ്രകാരം ആദ്യത്തെ 30 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷമാകും ഡോക്ടർ വന്ദന ദാസിനെ കൊലപ്പെടുത്തിയ കേസിലെ ജീവപര്യന്തം ശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവം എന്ന സാഹചര്യം കേസിലില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും, വധശ്രമത്തിന് 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും, 326 വകുപ്പ് പ്രകാരം മറ്റൊരു 10 വർഷം കഠിന തടവും, ആശുപത്രിയിൽ അതിക്രമം കാണിച്ചതിന് 5 വർഷം കഠിന തടവും, ആദ്യത്തെ 30 വർഷം ശിക്ഷ അനുഭവിച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഡോക്ടർ വന്ദന ദാസിനെ കൊലപ്പെടുത്തിയ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. വിധി താൽക്കാലിക ആശ്വാസമെന്നും പ്രോസിക്യൂഷനുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും വന്ദനയുടെ കുടുംബം പ്രതികരിച്ചു. വധശിക്ഷ വേണം. വധശിക്ഷ എന്നുള്ളതിനെക്കാട്ടിലുപരി എൻ്റെ മകൾ അനുഭവിച്ച വേദന അറിയണം. എൻ്റെ മകളുടെ ശരീരത്തിലേറ്റ 27 കുത്തുകൾ, അതിൻ്റെ വേദന, പ്രാണഭയത്താൽ ഓടിയപ്പം രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. ഭയപ്പാട് എല്ലാം അറിയണം. ഇപ്പോഴത്തെ വിധിയിൽ ഞങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമുണ്ട്. ഞങ്ങൾ ഇനി കൂടുതൽ ശിക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രോസിക്യൂട്ടറും ടീമുമായിട്ട് ആലോചിച്ചിട്ട് ഉയർന്ന കോടതിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ നടപടികൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. കേസിൽ 70ലേറെ സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ നിർണായക തെളിവുകളുമായി. പ്രതിയായ സന്ദീപ് ജാമ്യം തേടി സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നുവെങ്കിലും ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ന്യൂസ് മലയാളം, കൊല്ലം.